തല്ലരുതമ്മാവ ഞാൻ നന്നാവൂല എന്ന് പറയുന്ന കേരളത്തിലെ അറിയപ്പെടുന്ന ചൊല്ലിനെ അർത്ഥവത്താക്കുന്ന രൂപത്തിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തനം എന്ന് പറയാതിരിക്കാൻ വയ്യ. കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അവരുടെ ഘടകകക്ഷികളും 102 സീറ്റ് നേടി മഹാഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിൻ്റെ സൗഭാഗ്യത്തിലേക്ക് സോപാനത്തിലേക്ക് എത്തിയിട്ടും റിസൾട്ട് വന്ന് 5 ദിവസമായിട്ടും ഒരു മുഖ്യമന്ത്രിയെ കണ്ടെത്താൻ സാധ്യമാകാത്ത രൂപത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങൾ താറുമാറായി വളരെ ദയനീയമായ അവസ്ഥയിലാണെന്ന് പറയുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും ഘടകകക്ഷികൾക്കും വോട്ട് ചെയ്ത ജൻസി പിള്ളേരുൾപ്പെടെയുള്ള ഇന്ത്യയിലെ പ്രത്യേകിച്ചും കേരളത്തിലെ ജനാധിപത്യ മതേതര ബഹുസ്വരത കാത്തു സൂക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഇവിടെയുള്ള ബഹുജനങ്ങൾ വലിയ പ്രയാസത്തിലും സങ്കടത്തിലും ദുഃഖത്തിലുമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. നമുക്കറിയാം, കേരളത്തിൽ വളരെ ദയനീയമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധപ്പതിച്ചപ്പോൾ 5 വർഷക്കാലം കൊണ്ട് കോൺഗ്രസ് തിരിച്ചു വരികയും ഭരണത്തിലേക്കുള്ള സൗകര്യങ്ങൾ എല്ലാ തരത്തിലും ഒരുങ്ങിയിട്ടും ഒരു മുഖ്യമന്ത്രിയെ കേവലം കണ്ടെത്താൻ ഹൈക്കമാൻഡിന് സാധിക്കുന്നില്ല, അവരുടെ കേന്ദ്ര നേതാക്കന്മാർക്ക് സാധിക്കുന്നില്ല എന്ന് പറയുന്നതിൽ പരം ദയനീയമായ അവസ്ഥ മറ്റെന്താണുള്ളത്? നമുക്കറിയാം, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി എല്ലാവിധ പിന്തുണയും എല്ലാവിധ നായകത്വവും വഹിച്ച ഒരു പ്രസ്ഥാനമാണ്, മഹത്തായ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതോടൊപ്പം തന്നെ ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ ശേഷം ഇന്ത്യയുടെ ഭരണത്തിൽ ജവഹർലാൽ നെഹ്റു മുതൽ പതിറ്റാണ്ടുകൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ തേരോട്ടമായിരുന്നു. അവരുടെ നേതൃത്വത്തിലായിരുന്നു ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷ സംസ്ഥാനം എന്നല്ല ഇന്ത്യയിലെ മൊത്തം സംസ്ഥാനങ്ങൾ ഭരണം നടന്നത് എന്നൊക്കെ നമുക്കറിയാം. ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ക്ഷയിച്ച് ഛിദ്രതയിൽപ്പെട്ട് ഇല്ലാതെ വേരറുത്ത് നാമാവശേഷമാകുന്ന അവസ്ഥയാണ് പല സംസ്ഥാനങ്ങളിലും ഉള്ളത്. ഇന്ന് കേവലം 2, 3, 4, 5 സംസ്ഥാനങ്ങൾ മാത്രമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഭരണമുള്ള സംസ്ഥാനങ്ങൾ. അവിടെയാണ് കേരളം ഒരു ചരിത്ര നിയോഗം എന്ന പോലെ കോൺഗ്രസിനെ ഏൽപ്പിക്കുന്നത്. ഇവിടെയുള്ള ഭരണം ഇനിയുള്ള 5 വർഷക്കാലം ഇവിടെയുള്ള ബഹുജനങ്ങൾ വലിയ പ്രതീക്ഷയോടുകൂടി വലിയ ആശയോടുകൂടി വിവേകത്തോടുകൂടി വോട്ട് ചെയ്ത് കോൺഗ്രസിന് അധികാരത്തിലേറ്റിയപ്പോൾ അതിൻ്റെ വില പോലും കാണാതെ അനന്തമായി ഒരു മുഖ്യമന്ത്രിയെ കണ്ടെത്തുന്നതിൽ പരാജിതരായി പോകുന്ന ഒരു കോൺഗ്രസിൻ്റെ നേതൃത്വത്തെ കാണുമ്പോൾ നമുക്ക് ചിരിയാണ് സത്യത്തിൽ വരുന്നത്. ഇങ്ങനെയുള്ള ഒരു കോൺഗ്രസിനെയാണോ ജനങ്ങൾ വിജയിപ്പിച്ചത് എന്ന് വോട്ട് ചെയ്തവർ തന്നെ പരസ്പരം ചോദിക്കുന്നൊരവസ്ഥയാണുള്ളത്. ഇന്ത്യയുടെ ചരിത്രത്തിൻ്റെ നിർമ്മിതി നടത്തിയ, ഇന്ത്യയുടെ ചരിത്രത്തിൻ്റെ ഭാഗമായ ഇന്ത്യയുടെ ഒരു മഹാസ്വാതന്ത്ര്യ സമരത്തിൻ്റെ വിജയഗാഥയിൽ തങ്കലിപിയാൽ ആലേഖനം ചെയ്യപ്പെട്ട കോൺഗ്രസിൻ്റെ പിന്മുറക്കാർ എന്താണ് കാണിക്കുന്നത് എന്നുള്ളത് അവർ തന്നെ അവരുടെ നെഞ്ചത്ത് കൈവച്ച് ചിന്തിക്കേണ്ട അവസ്ഥയാണുള്ളത്. ഈ സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് തന്നെ കേരളത്തിലേക്ക് അവരാഗ്രഹിക്കുന്നത് പോലെ വോട്ട് ചെയ്ത വോട്ടർമാർ ആഗ്രഹിക്കുന്നത് പോലെ, അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ മതേതര ജനാധിപത്യ ബഹുസ്വരതയുടെ മൂല്യങ്ങൾ കാത്തുസൂക്ഷിക്കുന്ന ഈ കേരളത്തിലെ വിവേകമുള്ള ചിന്തിക്കുന്ന വോട്ടർമാർക്ക് അവർ വോട്ട് നൽകിയതിൻ്റെ ആ ഒരു വലിയ സമ്മാനം എന്നുള്ള നിലയ്ക്ക് ഇനിയെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ ഒരു മുഖ്യമന്ത്രിയെ കണ്ടെത്താനും കാര്യക്ഷമമായ ഒരു ഭരണം നടത്താനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എത്രയും പെട്ടെന്ന് തന്നെ ജാഗരൂകരായി അതിന് തയ്യാറാകണമെന്നാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. അതോടൊപ്പം തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തിരിച്ചു വരിക ഇന്ത്യയുടെ ഭരണത്തിലേക്ക് എന്നുള്ളത് ഏവരുടെയും സ്വപ്നമാണ്. വർഗീയ വിഷം ചീറ്റുന്ന ഒരുപാട് ആളുകളുടെ കയ്യിലേക്ക് രാജ്യത്തിൻ്റെ ഭരണം അവരുടെ കരങ്ങളിലേക്ക് എത്തിയപ്പോൾ ഇവിടെ ന്യൂനപക്ഷങ്ങൾ, ദളിതുകൾ, അവശവിഭാഗത്തിൽപ്പെട്ട ആളുകൾ, പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകൾ, അതോടൊപ്പം തന്നെ ഒന്നുമില്ലാതെ ഇന്ത്യയിൽ അഭയം പ്രാപിച്ച ആളുകളൊക്കെ എന്തെന്നില്ലാത്ത പ്രയാസവും പ്രതിസന്ധിയും ബുദ്ധിമുട്ടും നേരിടുമ്പോൾ വലിയ പ്രതീക്ഷയായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കാണുമ്പോൾ ഈ കോൺഗ്രസ് നടത്തുന്ന ഈ നെറുകേട് അവസാനിപ്പിച്ചുകൊണ്ട് ജനങ്ങളുടെ മനഃശാസ്ത്രം അറിഞ്ഞുകൊണ്ട് ഇന്ത്യയിൽ ഒരു വലിയ പുത്തൻ പുലരിക്ക് വേണ്ടി ജനം ആഗ്രഹിക്കുന്നു. അതിനു മാത്രം ഞങ്ങളും വളർന്നു വരണം, അതിനു മാത്രം ഞങ്ങളുടെ നേതൃത്വം വളർന്നു വരണം, അതിനുള്ള ഒരു മാനസിക നില നമുക്കുണ്ടാവണം എന്നുള്ള ചിന്തയിലേക്ക് കോൺഗ്രസ് ഉയരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്
എൻ്റെ വാക്കുകൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.